ഇന്ന് കർക്കിടകം 1 ഭക്തിസാന്ദ്രമായ രാമായണ മാസത്തിന്റെ ആരംഭം. ഇനിയുള്ള ദിനങ്ങൾ ക്ഷേത്രങ്ങളും വീടുകളും രാമനാമ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാകും. കർക്കിടക മാസത്തെ രാമായണ പാരായണം കൊണ്ട് ഭക്തിസാന്ദ്രമാക്കുന്ന ദിനങ്ങളാണിനി. ഇനിയുള്ള ഒരു മാസം വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ മുഖരിതമാകും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. എന്തുകൊണ്ടും ഐശ്വര്യത്തിനെ വിളിച്ച് കയറ്റുകയാണ് കർക്കിടക മാസത്തിൽ. പിന്നെ ചിങ്ങം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുവർഷ ആരംഭമാണ്. അപ്പോൾ ആ ചിങ്ങത്തിനെ വരവേൽക്കാനും കൂടിയുള്ള ഒരു ഭക്തി നിറവോട് കൂടിയിട്ടുള്ള ഒരു മാസമായിട്ടാണ് നമ്മളിതിനെ പണ്ട് മുതലേ കണ്ടിരുന്നത്. ശരീരവും മനസ്സും ഒപ്പം പരിസരവും ശുദ്ധിയാക്കി ശ്രീ ഭഗവതിയെ വരവേൽക്കുമ്പോൾ അത് നല്ല നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. ശീപോതി എന്ന് പറഞ്ഞത് ശ്രീ ഭഗവതിയാണ്. ശ്രീ ഭഗവതീൻ്റെ തത്സമാണ്, അതായത് സംസ്കൃതത്തിൻ്റെ മലയാളമാണ് ശീപോതി. അങ്ങനെ ശീപോതിനെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഐശ്വര്യത്തിനെ വരുത്തുന്ന ഒരു മാസമാണിത്. അപ്പോൾ പഴയ കാലത്ത് ഈ ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ആ സമയം അത്രയും സമയം പോയി കിട്ടണം. അപ്പോൾ രാമായണം വായിച്ചിട്ട് അവർ ആ സമയം ഭക്തിയിൽ ആറാടുകയാണ്. കലിതുള്ളി പെയ്യുന്ന മഴ, ആരോഗ്യ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ തിരിച്ചടി തുടങ്ങിയവയെല്ലാം തരണം ചെയ്തു വേണം ഒരു മാസം മുന്നോട്ട് പോകാൻ. അതിനുള്ള കരുത്താർജിക്കേണ്ട സമയമാണ് കർക്കിടകം. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചേമ്പ്, ചേന അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും ഇലക്കറികളും തൊടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക, ഈ ഇലകൾ പറിക്കുക, കറി വയ്ക്കുക, അരച്ച് എന്തെങ്കിലും ചെറിയ ഉണങ്ങലരി ഉണ്ടാവും അതിലിത് കലക്കി കുടിക്കുക. ഏറ്റവും നല്ലതാണ്. ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എല്ലാ അസുഖങ്ങളെയും ഇല്ലാതെയാക്കുന്നത്. രാമായണ മാസം തീർത്ഥാടനത്തിന്റെ മാസം കൂടിയാണ്. ഇനി ഭക്തിസാന്ദ്രമായ ദിനങ്ങളാണ്. മനസ്സിൽ രാമനാമ മന്ത്രങ്ങൾ പെയ്തിറങ്ങുന്ന രാമായണ മാസം. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.